രക്ഷയില്ലാത്ത കിടില വ്യൂ. അടിപൊളി. നന്നായില്ലേ ഈ വഴി കൂടെ വന്നത്? പൊളി പൊളി പൊളി. ഈ അങ്ങോട്ട് വന്നതന്നെ അടിപൊളി. അത്ര ഹാപ്പി. സോ നമ്മൾ ഇറങ്ങി. നമ്മുടെ ചിക്കൻ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. വരട്ടെ. ബാക്ക്. അതില് പവർ ബാങ്കും പിന്നെ നിന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ. ഇത് കണ്ട ഫോറസ്റ്റ് ബുക്കുഞ്ഞി ഇതും പുറകേക്ക് ഇടും. ആവശ്യമില്ലല്ലോ. വണ്ടി നോണൊക്കെ ഇരട്ടെ. ഹേ, അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഒരു ചെറിയ ഡ്രൈവ് പോയി കൊള്ളാന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെ സ്ഥലം ചൂസ് ചെയ്തിരിക്കണേ? കുറെ ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കണം. പുള്ളിക്കാരൻ എന്താ വെതർ എന്നൊന്നും അറിയില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനും അങ്ങനെയൊന്നുമില്ല. ഇന്ന് മോർണിംഗ് എഴുന്നേറ്റപ്പോ എന്താ ചെയ്യാ എന്നൊരു ഇതുണ്ടായി. അങ്ങനെ ആലോചിച്ചപ്പോ എന്നാ ശരി പുള്ളിക്കാരൻ വിട്ടാലെന്ന് പറഞ്ഞാൽ പോവാം. ഭയങ്കര വിശപ്പുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് സമയത്ര 1 മണിയാണ്. അപ്പൊ ഇനി ഫുഡ് കഴിച്ച് വേണം പോവാൻ. നമ്മളങ്ങനെ ഡീസൽ അടിക്കാൻ കയറിയിരിക്കുക. അപ്പോൾ ഇവിടെ നോക്ക്, ഇന്ന് വുമൻസ് ഡേ ആയിട്ട് ചേച്ചിമാരൊക്കെ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മള് പള്ളിക്കര എത്തി. നമ്മള് പള്ളിക്കര വഴിയാട്ടോ പോകുന്നത്. പിന്നെ വേറൊരു റൂട്ട് പുത്തൻകുരിശ് വഴിയാണ്. അത് കുറച്ചും കൂടെ നല്ല റോഡാണ്. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. നമ്മൾ കാക്കനാട് അവിടെയൊക്കെ കുറച്ച് റഷ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങ് പോന്നപ്പോ നമ്മൾ മാത്രമായി. ഇവിടെ പിന്നെ കുറച്ച് ഒരു ചെറിയ രീതിയിലൊരു റഷ്. പക്ഷെ അങ്ങനെ മാത്രമൊന്നുമില്ല. ഉച്ചയായിട്ടായിരിക്കാം. നല്ല രസമുണ്ട് ഇങ്ങനെ പോവാൻ. വെയില് കുറച്ച് സീ ഇങ്ങനെ അല്ലേ, വലിയ വിൻഡോ കൊണ്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പൊ ടാൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് കൈ കൂടെ ഒക്കെ. അപ്പൊ അതിലൊരു 4 ഷെയ്ഡ്സ് ഉണ്ട്. താരനുള്ളതുണ്ട്. അത് വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. കൊന്നപ്പൂ തുടങ്ങിയല്ലേ. കൊന്നപ്പൂ വിഷുവിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ മരം പൊട്ടി കൊണ്ടു. ഈ റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഒരു 1.5 ഇയർ മുന്നേ വന്നതായിരിക്കും. അപ്പൊ ഇത്രയും സുഖം ഉണ്ടായിരുന്നില്ല. ഈ റോഡ് മൊത്തം പണിയൊക്കെ ആയിരുന്നു. ഇപ്പോ ഈ റോഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് കൂടെ വന്നാലും കുഴപ്പമില്ല. പുത്തൻകുരിശ് വഴി വന്നു കഴിഞ്ഞാലും ബെറ്ററാ. അത് നല്ല റോഡാ. ഇത് ഇപ്പൊ ഇത് അടിപൊളി ആവുകൊണ്ട് ഇത് കൂടെ വന്നാലും അടിപൊളിയായിട്ട് നമുക്ക് പോവാം. കുറച്ച് വീതി കുറച്ച് കുറവാണ്, പക്ഷെ റോഡ് നല്ല റോഡാണ്. വളവും തിരിവൊക്കെ കുറച്ച് കൂടുതലാണ്. ഓട്ടോ ചേട്ടാ അങ്ങനത്തെ എണ്ണം കുറെ എണ്ണന്മാരുണ്ട്. സിഗ്നല് പച്ച പച്ച പച്ച. വളരെ വിജയകരമായി മൂന്നാറെന്ന് പറയുന്നു. മൂന്നാറ് പോയിട്ട് മൂവാറ്റുപുഴ എത്തി. ഇനി ഇവിടുന്ന് നേരെ പോണം. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 61 കിലോമീറ്റേഴ്സ്. ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. വെള്ളൂർക്കുന്നം മൂവാറ്റുപുഴ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? നല്ല റോഡൊക്കെ ശരിയാക്കി. നല്ല റോഡ്, കുഞ്ഞു റോഡാ പക്ഷെ നല്ല റോഡാ. അങ്ങോട്ട് പോയ മൂന്നാർ. നമ്മൾ ഇങ്ങോട്ട് എപ്പോഴും പരിചയമുള്ള ഒരു സ്ഥലം ലെഫ്റ്റ് മൂന്നാർ. ഇവിടെ നമ്മൾ ഇങ്ങനെ ആ റൗണ്ട് കേറിയിട്ട് റൈറ്റ് വേണം പോവാൻ. സോ നമ്മൾ റൗണ്ട് എടുക്കണം. തൊടുപുഴ വഴിയാ പോന്നേ. തൊടുപുഴ നമ്മളെ ഗിരീസാറുടെ വീട്. ഗിരീസാർ വരുന്നുണ്ട്. ദൃശ്യം തൊടുപുഴയല്ലേ? ആ അതെ, തൊടുപുഴ അല്ലേ? ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ലല്ലോ. നമ്മള് നേരല്ലേ പോണ്ടേ? സിഗ്നലില്ലേ വിചാരിക്കണം. നമ്മള് ഇങ്ങനെയാണോ? അല്ലല്ല, അത് ബസ് സ്റ്റാൻഡ് ആണോ? അല്ല, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണോ? അല്ല, എന്താ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇല്ലല്ല, ഇങ്ങനെ തന്നെയാ. എന്തോ എനിക്കറിയാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നു പാലത്തിന്റെ താഴെ കൂടെ നമ്മള് കോമഡി ആയിരുന്നു. പുഴ, മൂവാറ്റുപുഴയിലെ പുഴ. അതായത് നമ്മൾ ഇവിടെ എത്തും, കുഴപ്പമില്ല. സോ ഗൈസ്, 2 വഴി നമുക്ക് വരാം. ഇപ്പൊ ഓർമ്മയുണ്ട് ഈ വഴി. ഇത് നേരെ സിഗ്നൽ എപ്പോഴും ഒരു ടെൻഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും അയ്യോ സിഗ്നൽ ഉണ്ടോ, നിർത്തണോ, റെഡ് ആണോ, ഒരു പേടിയാ. ഇങ്ങനെ റെഡ് ആണെങ്കിലോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഓരോ സൈക്കിക്. വർക്ക് ഇൻ പ്രോഗ്രസ്. നോക്കി പോവാം. എവിടെ?
അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം സീനാണോ? നമ്മളെ നല്ല റോഡൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ എന്താണോ വേണ്ടെന്ന് വിചാരിച്ചത് ആ സാധനങ്ങളെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എന്തൊക്കെ കഴിഞ്ഞു. റോഡിക്ക് ഇറങ്ങിയിട്ടുള്ള പരിപാടി ഇവിടുന്ന് എങ്ങോട്ടാടാ? മേലേക്കല്ലല്ലോ, നോ എൻട്രി. അപ്പൊ മേലേക്കാ? ഓ ശരിക്കും നമുക്ക് അങ്ങനെയാണ് പോണ്ടത്. ഇവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ മേലോട്ട് പോയി ഈ വഴി എങ്ങനെ പോകും? ഒന്ന് വളയുന്നുണ്ട്. അടിപൊളി. മൊത്തത്തിൽ തിരിഞ്ഞു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ആ റോഡിക്ക് തന്നെയല്ലേ എത്തിച്ചേരുന്നേ. ഇത് വൺ വേ ആക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി പെട്ടെന്ന് റോഡ് കാണിച്ചു നമ്മള് നേരെ. കുഴപ്പമില്ല, അവിടെ എന്തോ പണി നടക്കുന്നോണ്ട് അങ്ങനെ ആക്കിയിരിക്കുക. പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ വന്നിട്ട് ആ ഹൈവേക്ക് തന്നെ എത്തിച്ചേരും. ആ കാണുന്നതാണ് മലങ്കര ഡാമിന്റെ റിസർവോയർ. ഇങ്ങനെ കാണുന്നുണ്ടോ? ചില സൈഡില് പെട്ടെന്ന് നേരെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതേ കാണുന്നത് കണ്ടോ. നമ്മളിപ്പോ അതിന്റെ സൈഡിൽ കൂടെ തന്നെ പോണേ കണ്ടോ മാപ്പില്. അപ്പൊ ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത നേരെ കാഞ്ഞാറ് പുള്ളിക്കാനം റോഡ്. 28 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കാത്തത്. ഇവിടുന്നാണ് ഇത് നേരെ അങ്ങോട്ട് പുള്ളിക്കാനാ. ഈ റോഡ് ശരിക്കും അടിപൊളിയാട്ടോ. ചെറിയ റോഡാണ്, അത്യാവശ്യം നല്ല കയറ്റൊക്കെ കേറി ഒരു രസാ. മല മല കാണുന്നുണ്ടോ? തണുപ്പുണ്ടാവോ? ചെറുതായിട്ടെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവോ? എനിക്ക് ഈ ഒരു റൂട്ടിന്റെ ഒരു പ്രത്യേകത തോന്നിയത്, നമ്മൾ പെട്ടെന്ന് തന്നെ ഭയങ്കര ഹൈറ്റ് കവർ ചെയ്യും. ഇപ്പൊ തന്നെ താഴേക്ക് നോക്കിയപ്പോ നമ്മള് അത്യാവശ്യം നല്ല ഹൈറ്റ് എത്തി. ഇപ്പം കയറിയുള്ളൂ. ശ്രദ്ധിച്ചു വരണം, കാരണം നല്ല കയറ്റുണ്ട്. അപ്പോ വണ്ടികളൊക്കെ വരുന്നോ? ആ സൈഡ് വരുന്നില്ലല്ലോ. പഞ്ചറായ തീർന്നു. യെസ്, ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. നമ്മളിപ്പോ പോകുന്നില്ല. ആ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക. അവിടെ അത്യാവശ്യം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ. അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, അടിപൊളിയായി പോയി വന്നു. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ നമുക്ക് സൈക്കിളിൽ വരുന്നോക്ക്. അടിപൊളിയല്ലേ? നമുക്ക് വണ്ടിയില് സൈക്കിൾ വെക്കാൻ ഓപ്ഷൻ ഇല്ലല്ലേ? ഒന്നുമില്ല, ലിക്കർ ഉണ്ടോ ഡ്രഗ്സ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്കത് ഭയങ്കര കാര്യം തോന്നി. കാരണം അറിയാലോ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരിക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെക്കിങ് ഉണ്ടാവുന്നത് എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാ. എങ്ങനത്തെ ചെക്കിങ് വേണം. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞത് എതിർപ്പുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ശരിക്കും ഇതൊക്കെ വേണ്ടേ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്? ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഓരോ രീതിയിൽ വന്ന് അലമ്പുണ്ടാക്കി. വ്യൂ ഒക്കെ അടിപൊളിയായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മേളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോ ചെറിയ ചെറിയ ഗ്യാപ്പ് കൂടെയാണ് നമുക്ക് ഈ ആ താഴെയുള്ള ഇത് കാണുന്നത്, വാലി കാണുന്നത്. ഇടയ്ക്ക് കാണും, വീഡിയോയിൽ കാണിക്കുമ്പോ അവിടുന്ന് കാണും തോന്നുന്നുണ്ട്. നോക്കാം, കാണുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിന്റ്. എവിടെ നോക്കി? 12.9 അല്ല 12.8 മൈലേജ്. നല്ല കയറ്റുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ? ആ അത്യാവശ്യം നല്ല കയറ്റുണ്ട്. താഴെ നോക്ക്, നല്ലതാ. അടുത്ത ഹെയർ പിൻ. അങ്ങനെ പറയാൻ പറ്റും. നല്ലൊരു വളം. എന്തായാലും വളവും കയറ്റമാണ് എന്റെ വീടിനടുത്തത്. അത്യാവശ്യം നല്ല ഈ ഓരോ തിരിവും നന്നായിട്ട് കേറിയിട്ടാ പോകുന്ന കേട്ടോ. ഇപ്പൊ നമ്മള് തേർഡിലൊക്കെ ഇട്ട് പോണ സമയത്ത്
കേറാന് ഒരു ചെറിയ രീതിയിലുള്ള മടിയൊക്കെ ഉണ്ടോ? കണ്ടോ, ഇങ്ങനത്തെ സ്ഥലത്തൊന്ന് സെക്കൻഡ് ആക്കിയിട്ട് നമ്മളങ്ങ് കയറി. നമുക്ക് ഇനി ഒരു 14 കിലോമീറ്റർ. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ എത്തുന്നത് കറക്റ്റ് ടൈമാണ്. ഇപ്പൊ സമയം 4 മണി. അപ്പൊ വെയിലൊന്നും അങ്ങനെ ഇല്ല, വെയിലൊക്കെ ഒന്ന് ആറി. അപ്പൊ നമ്മള് 2 മണിക്കാ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. മഴക്കാലം 2 മണിക്കൂറല്ലേ? ഇപ്പൊ സമയം എത്രയാ? 4 മണി. 2 മണിക്കൂർ. ഇനി ഒരു 14 കിലോമീറ്റർ കൂടെ ഉണ്ട്. 2:30. ഇവിടെയൊക്കെ മലയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ വൈൽഡ് ആനിമൽസിന്റെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ഇതുവരെ വന്നിട്ട് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. നമ്മള് ആ ഫസ്റ്റത്തെ എൻട്രിക്ക് എത്തിയിട്ടുണ്ട്. നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് പച്ചപ്പ് കുറവാണ്. എന്നാലും പച്ചപ്പ് കുറച്ച് കുറവാണ്. എന്താ ചേട്ടാ അടിപൊളി. 2 സൈഡും ഒരുപാട് വലിയ മലയില്ല, ഇങ്ങനെ മൊട്ടക്കുന്നാണ്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, അവിടെ വണ്ടി നിൽക്കുന്നാടാ ഏറ്റവും മേളില്. നമ്മുടെ മാഗി കട. ആണ് ഞങ്ങള് പറഞ്ഞ അത് അടച്ചിട്ടുണ്ട്. ഒരു വഴി കാണുന്നുണ്ട്. അത് കൂടെ ഒന്ന് കേറിയാ കൊള്ളാന്നുണ്ട്. പക്ഷെ പണിയാവുന്നൊരു പേടി. നോക്കണോ ജസ്റ്റ് ഒന്ന്? അവിടെ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ പുള്ളിക്കാനത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അലൗഡ് ആണോ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ചെറിയ റോഡ് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാ. വലിയ ടഫൊന്നുമില്ല. ഇതേ വ്യൂ ഇതാണ്, ഒരു രക്ഷയില്ലാത്ത കിടില വ്യൂ. നല്ല കാറ്റ്, റഷ് ഒന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആയിട്ട് എന്താ അറിയില്ല, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അടിപൊളി. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കട്ടൻ കാപ്പി പിടിക്കാൻ നിർത്തി കേട്ടോ. അടിപൊളി ഷോപ്പ്. ഒരു ചായക്കട. ചേട്ടാ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? നല്ല തണ്ണി. കഴിക്കാൻ എന്തൊക്കെയുള്ള ഇവിടെ? ബ്രെഡ് ഓംലേറ്റ്, മാഗി, ചെറുകടികളൊക്കെ. ചൂടുണ്ടോ? ഇപ്പൊ നമ്മളുടെ കട്ടൻ ചായ വന്നു. ഇനിയൊരു മാഗി പറഞ്ഞിട്ടുണ്ട്. സോറി, കട്ടൻ കാപ്പി വന്നു. ഇനിയൊരു മാഗിയും പറഞ്ഞിട്ടുണ്ട്. ആക്രാന്തി നീങ്ങുന്നുള്ളൂ. ചൂടല്ലേ? ചൂടല്ലേ? ഇനി മാഗി വരാണ്ട്. ബ്രെഡ് ഓംലെറ്റ്, മാഗി.
അപ്പോൾ എങ്ങനെ ന്യൂഡിൽസ് എത്തി. ഊതി കഴിക്കും. അടിപൊളി. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേട്ടോ, ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയോ? ഈ പുള്ളി ഇവിടുന്ന് ഈ ഷോപ്പ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ ബാക്കിയൊക്കെ അത് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കണം. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. തേയില കണ്ടു തുടങ്ങി. കൊടൈക്കനാലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. ഇവിടെ തേയില ഉണ്ട്. തേയില കാണുമ്പോൾ എന്തോ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ അത്? ഈ പെട്ടെന്ന് നമ്മളിങ്ങനെ കയറി പോയിട്ട് തേയിലത്തോട്ടം കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സ്? ഞങ്ങൾക്ക് അത് എപ്പോഴും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ ഒരുമിച്ച് കാണാനൊരു പച്ചപ്പും ഒരേപോലെ കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ടീ പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെയാണ്. ചെറിയ പട്ടിക്കുട്ടി നോക്കടാ. പേടിച്ചു. അയ്യോ, ഞാനും വീഡിയോയിലാ കണ്ടേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ടൈമില്. ശരിക്കും തിരക്കേ ഇല്ല. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഭയങ്കര തിരക്കാ, പക്ഷെ ആരുമില്ല. അതേ നോക്ക്, ഇവിടുത്തെ അടുത്ത പിള്ളേരാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു തണുപ്പുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡും തേയിലായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ താറിലിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഫീലുണ്ട്. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഫീലുണ്ട്. രണ്ട് സൈഡും ഭംഗി, ഫ്രണ്ടില് ഭംഗി. ഒരു പ്രശ്നമായി. ഞങ്ങള് പുള്ളിക്കാനം പറഞ്ഞു പുള്ളിക്കാനം കടന്നുപോയി വാഗമണ്ണെത്തി. ഒരുപാട് പോയില്ല, ആ ഒരു ജംഗ്ഷൻ എത്തി. അവിടെ വാഗമണ്ണിന് ബോർഡ് കണ്ടു. അപ്പൊ ചുമ്മാ ഒന്ന് മാപ്പ് നോക്കിയപ്പോ പുള്ളിക്കാനൊക്കെ കഴിഞ്ഞു പോയിട്ടു. നല്ല അടിപൊളി ക്ലൈമറ്റ്. നമുക്ക് നമ്മളെ ചെക്കൻ നിക്കണേ, നമ്മളതിന്റെ ഫോട്ടോ എടുക്കാം. ശരിക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം നല്ല ക്ലൈമറ്റ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി. ഞങ്ങൾ ഇത്ര ഈ ഒരു ഫീല് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളുടെ അവിടെ ഭയങ്കര വെയിലല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ കുറച്ച് ദൂരമല്ലേ അങ്ങോട്ടുള്ളൂ, അപ്പോൾ വലിയ ഗുമ്മുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളി. ഒരുപാട് തണുപ്പില്ല, പക്ഷേ നമുക്ക് ഒരു നല്ല ഒരു ആവശ്യത്തിന് തണുപ്പുണ്ട്. ഒരു എ സിയിലിരിക്കുന്ന ഫീലുണ്ട്. നല്ല രസമുണ്ട്. നമ്മളിവിടെ അല്ലേ കുറച്ച് പിക്സ് ഒക്കെ എടുക്കാൻ നിർത്തിയിട്ടാ. അപ്പൊ അതേ ഈ സൈഡ് കണ്ടോ, ഇവിടെ അയ്യോ ക്ലാസ് അവിടെ വഴി കൂടെ കണ്ടപ്പോ പോവാൻ തോന്നി. അപ്പൊ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോ അവര് അതൊന്നും കുഴപ്പമില്ല, അതിൽ കൂടെ പോവാം, ഇവരൊക്കെ പോവാറുള്ളതാന്നാ പറഞ്ഞു. സോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ ഗേറ്റ് ഒന്നും ഇല്ല, എന്തോ തേയിലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാനൊരു തോന്നൽ. ഒന്നും അറിയില്ല, ചീത്ത കേൾക്കൊന്നും അറിയില്ല. അതുവരെ പോയിട്ട് ചുമ്മാ ഇവിടെ കണ്ടോ നല്ലൊരു പ്ലേസ്. അത് കണ്ടപ്പോ ഇവിടെ വണ്ടി നിർത്തി പിക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ഓടിയിട്ടാ. പട്ടീണ്ടെന്ന് പറഞ്ഞു. എവിടെ കുളം അടിപൊളി. നന്നായില്ലേ ഈ വഴി കൂടെ വന്നത്? പൊളി പൊളി പൊളി. ഈ വഴിന്ന് മാത്രല്ല ഇങ്ങോട്ട് വന്നതന്നെ അടിപൊളി. അത്ര ഹാപ്പി.
ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റോഡ് വഴി അങ്ങനെ പോവുക ചെയ്യാം. അപ്പൊ ഞങ്ങൾ അവിടെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ വഴി ഒന്ന് കയറാൻ പറ്റുമോ? അപ്പൊ ഒരു കുഴപ്പമില്ല, കയറിക്കോ പറഞ്ഞു. പക്ഷെ നമുക്കിത് എത്ര അലൗഡ് ആണെന്ന് അറിയില്ല. എന്തായാലും ഓപ്പൺ ആയ സ്ഥിതിക്ക് വരിക, എന്നിട്ട് ഇവിടെ ഒന്നും കയറിയിട്ട് നമ്മള് ഉള്ളിക്ക് പ്ലാന്റേഷന്റെ ഉള്ളിക്കൊന്നും കയറണ്ട, ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്ത് വേണമെങ്കിൽ പോവാം. പക്ഷെ ഞാൻ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾക്ക് അറിയില്ല അത് പറ്റുമല്ലേന്ന്. അപ്പൊ ഇനി ഇത് നാളെ ഒരു പ്രശ്നം ആവരുതല്ലോ. ഞങ്ങൾ എന്തായാലും കയറി, അടിപൊളി സ്ഥലം. വാഗമൺ ഇങ്ങനെയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സോ കുറച്ച് സങ്കടത്തോടെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. മതിയാവുന്നില്ല. എന്ത് രസം അറിയോ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ദേ ദൂരെ പശുവൊക്കെ മേയുന്നുണ്ട്. പിന്നെ ദേ ഈ ഒരു വെള്ളം, കിളികളുടെ മാത്രം സൗണ്ട്, ഭയങ്കര രസം. ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഒരു ഡ്രീമാണ് ഒരു ക്യാമ്പിങ്. അപ്പൊ ഇവിടെ വന്ന് ഇത് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, ഒരു ഓവർലാൻഡിങ്ങിന് പറ്റിയ സ്ഥലം. അടിപൊളിയോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ കുറെ നേരം ഇനി ഇവിടെ നിൽക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടത്താണ് ചോദിച്ചത്, ഇവിടുത്തെ ആൾക്കാരാ കയറി കണ്ടോ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഓവറായിട്ട് അങ്ങോട്ട് ചെയ്യേണ്ട, നമുക്ക് ഇനി നേരെ തിരിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. എന്തായാലും അടിപൊളി സെറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടിപൊളി. അവിടെയൊക്കെ വഴിയുണ്ട്, ആ മേളിൽ കാണുന്നത് വഴിയാ. പക്ഷെ അതുകൂടെ എങ്ങനെ പോവാന്ന് അറിയില്ല. പോണമെന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ അതൊക്കെ നമുക്ക് എന്തായാലും വൺ ഡേ പെർമിഷനൊക്കെ എടുത്ത് ഇവിടെ വന്ന് ക്യാമ്പിങ് ചെയ്ത് സെറ്റ് ആക്കണം ഒരു ദിവസം. ഒരു വീഡിയോ എന്തായാലും അങ്ങനെ വരും കേട്ടോ. എന്നെ വിട്ടാലോടാ? എന്നാ ഇവിടുന്ന് ഞങ്ങൾ പോട്ടെ. ബൈ 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 ബൈ. അപ്പം നമ്മളങ്ങനെ പുള്ളിക്കാനം വ്യൂ പോയിന്റ് മുന്നത്തെ ആ ഒരു ഹെയർ പിന്നില്ലേ, അവിടെ എത്തി റെസ്റ്റ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രിപ്പ്? ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങള് അങ്ങനെ പറയാം, ക്ലൈമറ്റും എല്ലാം അടിപൊളി, തേയിലൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മളൊരു എസ്റ്റേറ്റ് കയറിയില്ലേ, അവിടെ ഒന്നും എന്തോ ഭയങ്കര പീസ്ഫുൾ കാമായിട്ട് അല്ലേ, ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്. വന്നിട്ട് ഇവിടെ വന്നപ്പോ എന്തോ സ്വർഗം, ഹെവൻ ആ ഒരു ഫീൽ കിട്ടി. ഞങ്ങള് നിക്കുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ട്. അതെ, അവിടെയൊക്കെ കോട വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ശരിക്കും മലയുണ്ട്. അപ്പോ അതൊക്കെ ഇപ്പോ കോട വന്നിട്ട് ഫുൾ മൂടിയിരിക്കുക. ദൈവ കാണുന്ന മല ഉണ്ടോ, അതൊക്കെ ഫോഗ് വന്ന് മൂടിയിരിക്കുക. എനിക്ക് തോന്നുന്നു പോണ വഴിയിൽ ഫോഗ് ഉണ്ടാവും. ഫോഗ് ഉണ്ടെങ്കിൽ പൊളി പൊളി പൊളി. ഇനി ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടും നന്നായി. അടിപൊളി അടിപൊളി. ഭയങ്കര വത്തായ പോലെ ബോറടിക്കുക വീട്ടിലിരുന്നിട്ട്. വർക്ക് ഫ്രം ഹോം അല്ലേ, അപ്പൊ എങ്ങോട്ടേലും പോവാന്ന്, ക്യൂൻസേ അല്ലാതെ കൊച്ചിനൊന്ന് വിട്ടിട്ട് എങ്ങോട്ടേലും പോവാ. ഒന്നാമത് കൊച്ചിയിൽ ഇപ്പൊ ഭയങ്കര ചൂടാ. അപ്പൊ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഹൈ റേഞ്ച് ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ എന്നാ പിന്നെ ഒരു നമുക്ക് പുള്ളിക്കാനും കുറേ ഇല്ലേ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാ. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഈവൻ വാഗമണ്ണും അതാ പോയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പുള്ളിക്കാനൊന്ന് കാണാം, ജസ്റ്റ് ഒരു ഡ്രൈവ് ആസ്വദിച്ച് വരാൻ പറഞ്ഞു. പക്ഷെ ഇത് ഡ്രൈവ് മാത്രം ആയില്ല, എന്തോ ഭയങ്കര ഫീൽ. പിന്നെ തേയിലൊക്കെ പച്ചപ്പ്. ഞങ്ങൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ വെതർ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. സത്യമാണ്, വെതർ ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്താ അവിടുത്തെ കാലാവസ്ഥ എന്നറിയില്ല. നല്ല തണുപ്പുണ്ട്. കോട വരുന്നുണ്ടോ? അടിപൊളി, അവിടെ കോട വരുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇനിയിപ്പോ ഇരുട്ടായി. അപ്പോ അയ്യോ, എല്ലാരും വീട്ടിലിങ്ങനെ ഇരിക്കാതെ വീക്കെൻഡ്സിൽ ചാട് 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 പുറത്തു പോയോ, എന്നിട്ട് അടിപൊളി അടിച്ചു പൊളിക്ക്. ഭയങ്കര ഫീല്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ട്രാവൽ ചെയ്യണം. മൈൻഡിൽ വേറെ ഒന്നുമില്ല, ഭയങ്കര ഒരു ഹാപ്പി ഫീല്. നമ്മളാകെ ഈ ഒരു ഭംഗി, ഈ ഒരു കിട്ടുന്ന ഫീല് മാത്രമേ ഉള്ളൂ മൈൻഡില്. നമുക്ക് വർക്ക് ടെൻഷനോ, ഞങ്ങൾക്കും വർക്ക് ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ മൺഡേ ടു ഫ്രൈഡേ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതെല്ലാം അത് നമുക്ക് വേണല്ലോ. സാറ്റർഡേ സൺഡേ ലീവാണ്, സോ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോ എല്ലാം അങ്ങ് മറന്ന് ഈ ഒരു ഫീല്, ഈ ഒരു ഭംഗി, ഈ ഒരു തണുപ്പ്, ഇത് മാത്രം മൈൻഡിലുണ്ടാവും. അപ്പൊ എല്ലാവരും ഇറങ്ങുക. ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇറങ്ങുക, നമുക്ക് പറ്റണ പോലെ ട്രാവൽ ചെയ്യാം, എല്ലാം കാണുക. അപ്പൊ എന്താ, ബി ഹാപ്പി. ഈ വീഡിയോ അപ്പൊ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.